ഈ ഓശാന ഞായറാഴ്ച ഈശോ ഒരു സന്ദേശം നിനക്കായി നൽകുകയാണ്. നിന്നെക്കുറിച്ച് ഈശോയ്ക്ക് ഒരുപാട് പദ്ധതികളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. ചിലപ്പം നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എന്നെ ആരും വലുതായിട്ട് കരുതുന്നില്ല, അല്ലെങ്കിൽ നിന്നെ കരുതേണ്ടവർ പോലും കരുതുന്നില്ല, പരിഹാസങ്ങളും പല പ്രശ്നങ്ങളിലൂടെയൊക്കെ കയറി ഇറങ്ങി പോവുകയാണ്. എന്നാൽ ഈശോയ്ക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് കേട്ടോ. ഈശോ നിന്നെ ഉയർത്താൻ, അല്ലെങ്കിൽ നിനക്ക് മാന്യത നൽകുവാൻ, ഉയർത്തുവാനും മാന്യത നൽകുവാനും ഈശോ പദ്ധതി ഇട്ടിരിക്കുന്നു. ഓശാന ഞായറാഴ്ച ഈശോ ഒരു കഴുതപ്പുറത്ത് ജെറുസലേം നഗരത്തിലേക്ക് രാജകീയ പ്രവേശനം നടത്തുമ്പോൾ അത്രയും നാൾ ആ കഴുതയ്ക്ക് ആ ജനങ്ങൾ ഒരു മാന്യതയും കൊടുത്തിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ കഴുതയ്ക്ക് കൊടുക്കുന്ന മാന്യത എന്താ നമുക്കറിയാമല്ലോ. എന്തെങ്കിലും മാന്യത മനുഷ്യർ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ ഈ നാളുകളിലൊക്കെ നീ ഒരുപാട് റിജക്ഷൻസിലൂടെ, വേദനയിലൂടെ കടന്നു പോയെങ്കിൽ ആ സീസൺ മാറുകയാണ്. ഇനി നിന്നെ കാണുമ്പോൾ ആൾക്കാർ കാണുന്നത് നിന്റെ മേൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ അനുഗ്രഹത്തെ, കർത്താവ് നൽകുന്ന ഉയർച്ചയെ, ആ അഭിഷേകത്തെ. ജെറുസലേം നഗരത്തിലേക്ക് അന്ന് കർത്താവ് ആ കഴുതപ്പുറത്ത് പ്രവേശിച്ചപ്പോൾ ആ കഴുതയ്ക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്തൊരു മാന്യതയും അംഗീകാരവും അനുഗ്രഹവും, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോറി കിട്ടുവാണ്. അതുപോലെ ഒരു ഗ്ലോറിയസ് സീസണിലേക്ക് ഈ പാം സൺഡേ ദൈവം നമ്മളെ വിളിക്കുകയാണ്. കർത്താവ് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓശാന ഞായറാഴ്ചയുടെ പ്രത്യേക പ്രാർത്ഥനകൾ നേരുന്നു. ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് വേണ്ടി ഈസ്റ്റർ ഒരുക്ക ധ്യാനം തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരുപാട് എതിർപ്പുകൾ, സൈറ്റാനിക് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ കുറെ നിരീശ്വരവാദ ഗ്രൂപ്പുകളുടെ എതിർപ്പുകളുടെ നടുവിലാണ് ഈ ശുശ്രൂഷകൾ നടക്കുന്നത്. ഇത് വിജയകരമായി നടക്കുന്നതിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു അബണ്ടന്റ്ലി.